മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലം. അപ്പോൾ സുരേഷിലൂടെ ഒരു കുതിപ്പുണ്ടാവുമെന്നാണ് ഞങ്ങൾ യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 50,000 ലിറ്റർ ടാങ്ക് വലിയ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി അതൊന്നും ഇതുവരെ ആ നാട്ടിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല. സുരേഷ് ചേട്ടൻ വിജയിക്കണം എന്നാണ് പറയുന്നത്. വിജയിക്കണം, എന്നാലേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളം കിട്ടിയ വെട്ടാതാവും. ഓക്കെ. മലമ്പുഴ നിവാസികൾക്ക് പറയാനുള്ളത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരാൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. റോഡായാലും വികസനമായാലും എല്ലാ കാര്യത്തിലും ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തീർച്ചയായും ഭരണം മാറും, UDF വരും. ഒരു കുടുംബത്തിന് മാത്രമേ നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ആർക്കും നേട്ടം ഉണ്ടായിട്ട് പൊതുജനത്തിനോ അല്ലെങ്കിൽ അതുപോലെ സാധാരണ ജനത്തിനോ ഒരു നേട്ടമുള്ളതായിട്ട് കണ്ടില്ല. സുരേഷ് ചേട്ടൻ ഉറപ്പായിട്ട് എന്തുകൊണ്ടാണ്? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം പാലക്കാട് എല്ലാ വികസനങ്ങളും ഈ 10 കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ UDFന്റെ MLA-മാരാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് മലമ്പുഴ അസംബ്ലി. യാതൊരു വികസനവും ജനവിധി 2026 നേഷൻ ഫസ്റ്റ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലമ്പുഴയിലാണ്. മലമ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA-യും ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയുമായ E. പ്രഭാകരനും സുപരിചിതനായ A. സുരേഷ് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ കൃഷ്ണകുമാർ BJP-യിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. A. സുരേഷിനെ പറ്റി നമുക്കറിയാം, നമ്മുടെ VS അച്യുതാനന്ദന്റെ വലം കൈയായിരുന്ന വ്യക്തിയാണ് കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമായ കാര്യവും ഇവിടെ ചർച്ചയാവുകയാണ്. സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മരണശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മലമ്പുഴ എന്തായിരിക്കും വിധി എഴുതുക എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. മലമ്പുഴയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സുരേഷ് ജയിക്കും, 100% ജയിക്കും. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ 5 കൊല്ലം ഭരണം ഭയങ്കര മോശമാണ്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഡാമുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പക്ഷേ ആ പ്രദേശത്ത് ആനക്കല്ല്, തെക്കേ മലമ്പുഴ, നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു തുള്ളി വെള്ളം പോലും കിട്ടാറില്ല. ഒരു 50,000 ലിറ്റർ ടാങ്ക് വലിയ കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി അതൊന്നും ഇതുവരെ ആ നാട്ടിലുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ തന്നെ കാരണം. അപ്പോൾ ജനങ്ങളെല്ലാം പറയുന്നത് ഈ ഭരണം മാറണം, ഈ MLA മാറണം. തീർച്ചയായും മാറണം. ഗവൺമെന്റ് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരാൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. റോഡായാലും വികസനമായാലും എല്ലാ കാര്യത്തിലും ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തീർച്ചയായും ഭരണം മാറും, UDF വരും. A. സുരേഷ് വിജയിക്കുന്ന പൂർണ്ണ ആത്മവിശ്വാസമാണോ? കാര്യം ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർ 100% ജയിപ്പിക്കുന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ജയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. മലമ്പുഴയിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? സ്വന്തം സുരേഷ് ഏട്ടൻ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രഭാകരേട്ടൻ്റെ കാര്യങ്ങളെല്ലാം മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, കുടിവെള്ള പ്രശ്നം ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇടയ്ക്ക് കുടിവെള്ള പ്രശ്നത്തിന് വേണ്ടി കുറച്ച് സ്ത്രീകൾ പോയി ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കുന്നതാണ് പ്രഭാകരേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും മാറി ചിന്തിക്കും. വെള്ളമാണ് പ്രശ്നമാണ്. മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് പറയുന്നു ചേട്ടാ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മലമ്പുഴ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ പോയിട്ടും യാതൊരു വികസനവും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം പാലക്കാട്. എല്ലാ വികസനങ്ങളും ഈ 10 കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ UDFന്റെ MLA-മാരാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് മലമ്പുഴ അസംബ്ലി. യാതൊരു വികസനവും ഇല്ല. ആകെയുള്ളത് ആ മലമ്പുഴ ടൂറിസം പദ്ധതിയാണ്. അതും നേരായ രീതിയിൽ നേരായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടും അതും മുരടിച്ച് കിടക്കുകയാണ്. ഇതുതന്നെയാണ് സുരേഷ് ഇപ്രാവശ്യം ജയിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം. മലമ്പുഴയിൽ സാധാരണഗതിയിൽ ഉള്ള അവസ്ഥയായിരിക്കില്ല ഇപ്രാവശ്യം. UDF എന്തായാലും വിജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? സാധാരണഗതിയിലുള്ള പ്രവർത്തനം അല്ല ഇപ്രാവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിലും പിന്നെ LDFന്റെ ഒരു സാധ്യത കുറവും. കഴിഞ്ഞ 5 വർഷമായിട്ട് നിലവിലുള്ള MLA ഒരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയതായിട്ട് കാണുന്നില്ല. പിന്നെ കുറച്ച് ഹൈമാസ്റ്റ് ലാമ്പ് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഭാഗത്ത് മാത്രം തന്നെ സ്ഥാപിച്ചതായിട്ടുള്ള കാര്യമുള്ള അതുകൊണ്ട് എടുത്തു പറയാവുന്ന വികസനങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ആ നിലയ്ക്ക് അതൊരു വിജയകരം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് അതും UDFന്റെ ഒരു മുന്നേറ്റമുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് മുന്നേറ്റമുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അതിപ്പോൾ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക, ജനം മൊത്തം മടുത്തിട്ടിരിക്കുകയാണ്. കൊള്ള നടക്കണോ? ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ഒരു കുടുംബത്തിന് മാത്രമേ നേട്ടം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ആർക്കും നേട്ടം ഉണ്ടായിട്ട് പൊതുജനത്തിനോ അല്ലെങ്കിൽ
അതുപോലെ സാധാരണ ജനത്തിന് ഒരു നേട്ടമുള്ളതായിട്ട് കണ്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ മലമ്പുഴയിൽ എ സുരേഷ് തന്നെ. മലമ്പുഴയിൽ അതിൻ്റെ പിന്നെ അലയൊലിയും മലമ്പുഴയിലും കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ, ജനങ്ങളും ആ ഒരു സന്തോഷത്തിലാണ്. അദ്ദേഹം പറഞ്ഞ മാതിരി എ സുരേഷ് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ മറികടന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടുന്ന് മലമ്പുഴ എന്ന നിയോജക മണ്ഡലത്തിൽ നിന്നും MLA ആയി പോയിട്ടുള്ള എ പ്രഭാകരൻ ആ നിയമസഭയിൽ എന്ത് ചെയ്തു, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, വെറുതെ മിഴുങ്ങിയിട്ട് ഇരിക്കുന്നതല്ലാതെ അയാൾ വേറൊന്നും ചെയ്തതായിട്ട് ലോകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എ സുരേഷ് തന്നെ ജയിക്കും, ഉറപ്പാണ്. UDF അനുകൂലമായിട്ടാണ് കാണുന്നത്. എ സുരേഷ് വിജയിക്കും. ഈ പറയുന്ന സാധാരണ ജനങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണോ? എല്ലാവരും മൊത്തത്തിൽ UDF ട്രെൻഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് മലമ്പുഴയിലും കിട്ടും, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്താ എ സുരേഷ് വിജയിക്കും, അത്രയേ ഉള്ളൂ പറയാം. മലമ്പുഴയിൽ ഇപ്പോൾ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. മത്സരം LDF UDF തമ്മിലാണ്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എ സുരേഷ് എന്തായാലും ജയിക്കും തന്നെയാണ് കരുതുന്നത്. അതെ, അത് തന്നെയാണ് പറയാനുള്ളതും. ഇപ്പോൾ ജനങ്ങളുടെ പൾസും അങ്ങനെ തന്നെയാണോ? സത്യത്തിൽ മലമ്പുഴയിൽ പഴയ പോലെ അല്ല കാര്യങ്ങൾ. അങ്ങനെ വലിയ കോട്ട എന്നൊന്നും പറയാൻ മലമ്പുഴ ഇല്ല. അപ്പം ആ കോട്ടയൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങൾ സത്യത്തിൽ UDF ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് നാളെ പോവുക. അതുകൊണ്ട് എന്തായാലും വിജയം UDF ഉറപ്പിച്ച ഒരു മട്ടാണ്. മലമ്പുഴയിൽ വി സുരേഷ് മൂപ്പരന്നെ വിജയിക്കും. കാരണം മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലം. അപ്പോൾ സുരേഷിലൂടെ ഒരു കുതിപ്പുണ്ടാവുമെന്നാണ് ഞങ്ങൾ യുവാക്കൾ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ. ഇവിടെ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത് മലമ്പുഴയിൽ? മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയാണ്. ഭൂരിപക്ഷം കമ്മിയായാലും മൂപ്പരെ ജയിക്കാൻ സാധ്യതയുള്ളൂ. അതിനാണ് സാധ്യത. എൻ്റെ ഒരു അഭിപ്രായം. ഇവിടുത്തെ സിറ്റിംഗ് MLA പറ്റി എന്താണ് അഭിപ്രായം? നല്ല വികസനമൊക്കെ നടന്നിട്ടുണ്ടോ? വികസനം പറഞ്ഞാൽ മൂപ്പറിൻ്റെ ഏരിയയിൽ മാത്രം അധികം വികസനം നടന്നിട്ടുണ്ട്. സ്വന്തം സ്ഥലത്ത് മാത്രം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും. അത്രേ ഉള്ള മന്ദഗതിയാണ്. അത്രയാണ് ആവശ്യം. പെട്ടെന്നൊരു ആവശ്യം നടക്കില്ല എന്നാണ്. നടക്കും. കുറച്ചും കൂടി നമ്മൾ പ്രസ് ചെയ്യണം, എന്നാൽ നടക്കും. എന്ത് കാര്യമായാലും സാധിച്ചു തരും. അത് ഓക്കെ. എനിക്ക് രാഷ്ട്രീയത്തിൽ പിന്നെ ഒന്നും അറിയില്ല. എന്നാലും നമുക്ക് എല്ലാരും പറയുന്ന കേട്ടിട്ടൊക്കെ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആരായിരിക്കും വിജയിക്കുക? ആരാ വിജയിക്കുക? ഇപ്പോഴത്തെ MLA എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹം തന്നെ വിജയിക്കുവോ? ജയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ആരാണെന്ന് കണ്ടിന്യൂ ജയിച്ചുകൊണ്ടുവരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് മലമ്പുഴ ഇതുവരെ നിന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പൊതുമാറ്റത്തിനാകാൻ ചാൻസ് ഇല്ല. ഒരു ഇടത് കോട്ടയാണ് മലമ്പുഴ. മാറണമെന്ന് ആഗ്രഹമുണ്ടോ ചേട്ടന്? മാറിയിട്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തിയും അതിനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സുരേഷ് ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ്? പുള്ളി അത്യാവശ്യം നല്ല കാൻഡിഡേറ്റ് ആണ്. അത്യാവശ്യം പരിപാടീസൊക്കെ മുപ്പര് വന്നാ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ MLA പറ്റി എന്താണ് അഭിപ്രായം? പുള്ളി കുഴപ്പമില്ല, എന്നാലും ഒന്നുകൂടി ബെറ്റർ സുരേഷ് ഏട്ടൻ വന്നാലായിരിക്കും. ഒരു മെല്ലെ പോക്കുണ്ടോ വികസനത്തിലൊക്കെ? അത് അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ജനങ്ങളുടെ പൾസ് അറിയാം. സുരേഷ് ഏട്ടൻ വിജയിക്കും. അങ്ങനെയാണ്. നല്ല ആളാന്നാ തോന്നുന്നു. ഓക്കെ, ജയിക്കാനാ സാധ്യത. ചേട്ടാ, ഇത്തവണ മലമ്പുഴയിൽ ആരായിരിക്കും വിജയിക്കുക? സുരേഷ് ചേട്ടാ. വേറെന്താ? ഒരു സംശയം ഇല്ലല്ലേ? എന്തുകൊണ്ടാണ് വെച്ചാല് നല്ല കാൻഡിഡേറ്റ്, നല്ല വികസനം ആയതുകൊണ്ട്. റോഡിലേക്ക് ഇറങ്ങി നടന്ന ബുദ്ധിമുട്ടുണ്ടോ? അതെ. പറയൂ, ഇവിടുത്തെ MLA പറ്റി സംസാരിക്കാം നമുക്ക് കുറച്ചു നേരം. ഇവിടുത്തെ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ മറ്റാളെ തുടരല്ലേ, തന്നെ. എന്തായാലും സുരേഷ് ഏട്ടൻ വിജയിക്കണമെന്നാണ് പറയുന്നത്. വിജയിക്കണം, എന്നാലേ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളം കിട്ടിയ വിട്ടാലാവും. ജനവിധി 2026 മലമ്പുഴയിലെത്തിയപ്പോൾ മലമ്പുഴ നിവാസികൾക്ക് പറയാനുള്ളത് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന ഒരുപറ്റം ജനങ്ങളെ ഞാനിവിടെ കണ്ടിരുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് ഭരണമാറ്റമാണ്. MLA മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എ സുരേഷിന്റെ സാധ്യതയാണ് മലമ്പുഴയിലെ ജനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്.
എന്തു തന്നെയായാലും വരും ദിവസങ്ങളിൽ മലമ്പുഴ എന്തായിരിക്കും വിധി എഴുതുന്നത് എന്ന് നോക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും VS അച്യുതാനന്ദന്റെ ആശീർവാദത്തോടെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയ സുരേഷ് വിജയിക്കുമോ എന്നുള്ള ചോദ്യം രാഷ്ട്രീയ കേരളം ചോദിക്കുകയാണ്. മലമ്പുഴയിൽ നിന്നും ക്യാമറമാൻ ഫഹദിനൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.